എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമും പറഞ്ഞു. എക്സിറ്റ് പോളുകൾക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല. LDFന് 0 സീറ്റ് എന്നത് ചിലരുടെ ആഗ്രഹമാണ്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും എളമരം കരീം ന്യൂസ് 18നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കൊപ്പം ഇടതു നേതാവും കോഴിക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ എളമരം കരീമാണുള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോളുകൾ അതേപടി വിശ്വസിക്കാൻ പറ്റില്ല. അതിൽ ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലെ നമ്മൾ അനുഭവം എടുത്താൽ 2021 തെരഞ്ഞെടുപ്പിൽ ചില ചാനലുകൾ നടത്തിയ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും LDFനെതിരായി. വോട്ട് എണ്ണുന്ന ദിവസവും അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പരാജയപ്പെടുമെന്ന് പറഞ്ഞ ആളുകൾ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ല. കോഴിക്കോട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പം UDF സ്ഥാനാർത്ഥി തന്നെ പറയുന്നു, പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. വടകരയിലെയും വയനാട്ടിലെയും ആവേശം കോഴിക്കോട് ഉണ്ടായില്ല. കോഴിക്കോട് UDFന്റെ ഒരു യോജിച്ച പ്രവർത്തനം പൊതുവിൽ ഉണ്ടായിട്ടില്ല. നേതൃത്വ തലത്തിലെ ഒരു മുന്നണിയൊക്കെയാണ്. UDF സ്ഥാനാർത്ഥിയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. അവർക്ക് അദ്ദേഹത്തിന് തൃപ്തികരമാകുന്ന വിധത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചില്ല എന്നതൊരു വസ്തുതയാണ്. എത്ര വോട്ട് വിജയമാണ് LDF കോഴിക്കോട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്? എത്ര എന്ന് കൃത്യമായി എണ്ണം പറയുന്നില്ല. ഒരു 4 നമ്പറിൽ ഭൂരിപക്ഷം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ നമുക്കൊപ്പം കോഴിക്കോട് MP MK രാഘവനുള്ളത്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. മോദിയുടെ ഒരു തുടർച്ചയാണ് ദേശീയ തലത്തിൽ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതീക്ഷ ഈ സമയത്ത്? ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ എല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പല എക്സിറ്റ് പോളും റിസൾട്ട് വരുമ്പോൾ അതെല്ലാം അതിൽ മാറ്റം വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതായാലും ഇന്ത്യ സഖ്യം ഒരു കനത്ത ഒരു മത്സരം കാഴ്ചവെച്ചു. നെക്ക് ടു നെക്കാണെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യ സഖ്യം തിരിച്ചു വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും അവരുടെ ഒരു അപ്രമാദിത്വം നിലനിർത്തുമെന്ന് പറയുന്നു. പക്ഷേ UPയിലടക്കം മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താണ് കോൺഗ്രസ് അടക്കം സഖ്യം രൂപീകരിക്കാൻ മുന്നോട്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഇന്ത്യ സഖ്യം ശക്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മത്സരം നേരിട്ടു. ഇത് ഇന്ത്യ സഖ്യം തിരിച്ചു വരാനുള്ള ഒരു സമയമായി ഞങ്ങൾ തന്നെ കാണുകയാണ്. അതുകൊണ്ട് UPയിൽ പോലും ഒരു സൈസബിൾ നമ്പർ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ തെക്കേ ഇന്ത്യയിലാണ് 100 സീറ്റുകളടക്കം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ 100 സീറ്റുകളിലധികം ലഭിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. പക്ഷേ കർണാടകത്തിലും തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഒരു BJP ഒരു പ്രഭാവം പ്രകടിപ്പിക്കുമെന്ന ചില റിപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞു. എക്സിറ്റ് പോൾ ഒരിക്കലും ശരിയായിട്ടില്ല. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ശരിയായി കാണുമായിരിക്കും. അല്ലാതെ എക്സിറ്റ് പോൾ മാത്രം ആശ്രയിച്ചുള്ള പ്രവചനം അസാധ്യമാണ്. ഇത് കൗണ്ടിങ് 2 ദിവസം കൗണ്ടിങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. പൂർണ്ണമായി നമുക്കൊരിക്കലും എക്സിറ്റ് പോളിന്റെ ഇതിനെ ആശ്രയിക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ സഖ്യം നല്ല മത്സരം കാഴ്ചവെച്ചു. അത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കേരളത്തിലേക്ക് വന്നാൽ LDFന് 0 സീറ്റ് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുണ്ട്. 4 മുതൽ 5 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുണ്ട്. അതിലേതായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, എക്സിറ്റ് പോളൊന്നും ഒരിക്കലും നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല. LDFന് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് എക്സിറ്റ് പോളിന്റെ പ്രവചനം അടിസ്ഥാനപ്പെടുത്തിയൊന്നും നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ വന്ന എക്സിറ്റ് പോളെല്ലാം വ്യത്യസ്തമായിട്ട് പറയുന്നു. 5 പേർ 5 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വിശ്വസിക്കും? അതുകൊണ്ട് ഒരു നല്ല മെജോറിറ്റിക്കാണ് ഇവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 2 ബിഗ് ഫൈറ്റ് മണ്ഡലങ്ങൾക്കിടയിൽ കിടന്ന ഒരു പ്രശ്നമാണ് ഈ വടകരയും വയനാടും 2 വശം നിൽക്കുന്നു. ആവേശം പൂർണ്ണമായി അവിടേക്ക് കേന്ദ്രീകരിച്ചെന്നൊരു തോന്നുന്നു. അല്ല, ആവേശം അവിടെ നടന്നിട്ട് നല്ലതല്ല. ആവേശം ആരും മോശം എന്ന് പറയില്ല. ഇത് തെരഞ്ഞെടുപ്പാണല്ലോ പ്രധാനം, വോട്ട് ചെയ്യലാണല്ലോ പ്രധാനം. അത് ഏതായാലും തീർച്ചയായും UDF ഇവിടെ ജയിക്കും. അല്ല, ഈ ആൾക്കൂട്ടത്തിലും ആവേശത്തിലും മാത്രം കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞത് വോട്ടർമാരാണ് പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഇവിടെയും നല്ല മത്സര ബുദ്ധിയിലാണ് പ്രവർത്തിച്ചത് എല്ലാവരും. അതുകൊണ്ട് നല്ല രീതിയിൽ പോളിംഗ് നടന്നു. UDF ആ പോളിംഗിൽ മുമ്പിൽ നിന്നു ജയിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന് കോഴിക്കോട് UDF വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. 2020 എന്നതിൽ കുറഞ്ഞ് മറ്റൊരു വിജയവും കേരളത്തിൽ UDF പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ സഖ്യം രാജ്യം ഭരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഈ നിമിഷവും ആവർത്തിക്കുന്നത്.